കേട്ടോ റെഡിയാക്കാൻ പോണ നല്ല സോഫ്റ്റ് ആയിട്ടും സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. 8 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്, അതൊന്ന് നമുക്ക് ഉരുക്കിയെടുക്കാം. ശർക്കരയിൽ 1 കപ്പ് വെള്ളമാണ് ചേർക്കണേ. ശർക്കര ഒന്ന് ഉരുകി കിട്ടട്ടെ. ശർക്കര ഉരുകി കിട്ടുമ്പോഴേക്കും നമുക്ക് ഈ പഴം ഒന്ന് ഉടച്ചെടുക്കാം. 8 ചെറുപഴമാണ് എടുത്തേക്കണേ. നല്ല പഴുത്ത പഴം നോക്കി എടുക്കണം കേട്ടോ. അതുപോലെ ഉടയ്ക്കണേ നമ്മൾ ഇങ്ങനത്തെ ഫോർക്ക് എന്തെങ്കിലും വെച്ച് ഉടച്ചാൽ മതി, മിക്സിയിലിട്ട് പേസ്റ്റ് ആക്കണ്ട. ഇതിനി നമുക്കൊന്ന് ഉടച്ചെടുക്കാം. പഴം ഉടച്ചെടുത്തു, ഇനി ഇത് മാറ്റി വെക്കാം. ശർക്കര ഉരുകിയോ നമുക്ക് നോക്കാം. ശർക്കരയൊക്കെ ഉരുകി കിട്ടി. ഇത് വേറെ പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. കാൽ ടീസ്പൂൺ ചുക്കുപൊടി, 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി, 1 നുള്ളു ഉപ്പ്, 1/2 കപ്പ് ഫൈൻ അരിപ്പൊടി നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. ഇപ്പോൾ 1 കപ്പ് അടണ 1/2 കപ്പും കൂടി ചേർക്കാനുണ്ട്. 1 കപ്പ് നമ്മൾ ചേർത്തു. അടുത്ത 1/2 കപ്പ് ഇട്ടാൽ ഇതും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക. കട്ടയിലില്ലാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അരിപ്പൊടി നല്ലോണം മിക്സ് ചെയ്തു. ഇനി നമ്മൾ ഉടച്ച് വെച്ചേക്കണ പഴം ചേർക്കാം. ഒന്നേകാൽ കപ്പ് ചിരകിയ നാളികേരം ചേർക്കാം. 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്യണം അരിപ്പൊടിയുടെ കൂടെ. പഴം നാളികേരം ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തു. നമ്മൾ അരിപ്പൊടി മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് കട്ടിയിൽ മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ. പഴം ചേർക്കുമ്പോൾ മിക്സ് ഒന്ന് ലൂസാവും. നമുക്ക് ഇപ്പോൾ കറക്റ്റ് നമുക്ക് പലഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഇത് കറക്റ്റ് പാകമായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഈ മിക്സ് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. മിക്സ് നല്ലോണം തണുത്തു. ഇനി നമുക്കിത് ഷേപ്പാക്കി എടുക്കാം. കുറച്ച് ഇല റൗണ്ട് ഷേപ്പിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഷേപ്പ് തന്നെ വേണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ ഇഷ്ടം ആ ഷേപ്പിൽ ചെയ്യാം. ഈ ഇലയുടെ മുകളിൽ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ മിക്സിയിൽ നിന്ന് കുറച്ച് എടുക്കുക. ഇലയുടെ ഒരു ഭാഗത്ത് വെച്ച് നല്ലോണം ഒന്ന് പ്രസ് ചെയ്തിട്ട് ഈ അപ്പുറ സൈഡും മടക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചപ്പാത്തി പരത്തുന്ന കോലിൽ അതിലൊന്ന് ഈവൻ ആക്കി കൊടുക്കുക. മിക്സ് കുറച്ച് പുറത്തേക്ക് വന്നോട്ടെ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഈ ഇലയുടെ ഷേപ്പിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. കറക്റ്റ് നമുക്ക് ആ ഇലയുടെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ നമ്മളിങ്ങനെ ചെയ്യണേ. ഇപ്പോൾ ഒരെണ്ണം റെഡിയാക്കി, ഇതുപോലെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം. ഈ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഫസ്റ്റ് ട്രിപ്പ് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. 10 മിനിറ്റ് സ്റ്റീം ചെയ്താൽ മതി. നമ്മൾ അട വേവാൻ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു തുറക്കാം. നമുക്കിത് നല്ലോണം തണുക്കട്ടെ കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇലയിൽ നിന്ന് മാറ്റാം. അട തണുത്തു. ഇനി നമുക്ക് ഇലയിൽ നിന്ന് വിടിയിക്കാം. നല്ല സോഫ്റ്റ് അടയാട്ടോ. എല്ലാ അടയും നമുക്ക് ഇലയിൽ നിന്ന് വിടിയിക്കാം. എല്ലാ അടയും ഇലയിൽ നിന്ന് എടുത്തു വിട്ടാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടയാണ്. ചെറുപഴം നല്ലോണം പഴുത്ത് കഴിഞ്ഞാൽ ഞാനും കളയല്ല കേട്ടോ. ഇതുപോലെ നല്ല അടിപൊളി ടേസ്റ്റുള്ള നമുക്ക് അട ഉണ്ടാക്കാൻ പറ്റും. ഒട്ടും എണ്ണയില്ലാത്ത ഹെൽത്തി പലഹാരം കൂടിയാണ്. ഇത് ഞാൻ മുറിച്ച് കാണിച്ചു തരാം. അത്രയ്ക്ക് മെലിഞ്ഞിട്ടാട്ടോ. അത് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയേക്കണേ. വായിലിട്ട അലിഞ്ഞു പോവൂട്ടാ. അത്ര അടിപൊളിയായിട്ടുണ്ട്. ഇതേ റേഷ്യോയിൽ ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്കും ഇതേപോലെ കിട്ടും. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.